നാട്ടിക ബീച്ചിലെ ഹൈമാസ്റ്റ് ലൈറ്റുകൾ കത്താത്തതിൽ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് പ്രതിഷേധിച്ചു. ഒരു വർഷക്കാലമായി നാട്ടിക ബീച്ചിലെ ഹൈമാസ്റ്റ് ലൈറ്റുകൾ കത്താതെയായിട്ട് തകരാറ് പരിഹരിക്കാത്തത് മത്സ്യത്തൊഴിലാളികളോടുള്ള വെല്ലുവിളിയാണെന്ന് DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ പറഞ്ഞു. വളരെ ഗൗരവപരമായി ഒരു പ്രദേശത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ കടലിൽ പോകുന്ന 10 നോട്ടിക്കൽ മൈൽ വരെ ഇതിന്റെ വെളിച്ചം വരുമെന്നാണ് ശ്രീ ബാബു ഇവിടെ വന്നപ്പോൾ എന്നോട് സൂചിപ്പിച്ചത് എന്നുള്ളതാണ്. കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ നാട് തിരിച്ചറിയാൻ വേണ്ടി, ആ പ്രദേശം തിരിച്ചറിയാൻ വേണ്ടി, ഇത് നാട്ടിക കടപ്പുറമാണ്, നമ്മുടെ നാടാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ ഹൈമാസ്റ്റ് ലൈറ്റ് വെക്കുമ്പോൾ അത് നടത്തിക്കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം ഇവിടെ വരുന്ന ജനപ്രതിനിധികൾക്ക് ഇല്ല എന്നുള്ളതും പഞ്ചായത്തിന് ഇല്ല എന്നുള്ളതും അതൊരു കെടുകാര്യസ്ഥതയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിൽ ഹൈമാസ്റ്റ് ലൈറ്റുകളും സ്ട്രീറ്റ് ലൈറ്റുകളും കത്താത്തതിൽ ലൈറ്റിനു താഴെ റീത്ത് വെച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. TN പ്രതാപൻ MLA ആയിരിക്കുന്ന സമയത്താണ് ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചത്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോയാൽ 10 നോട്ടിക്കൽ മൈൽ അകലം വരെ ദിശ അറിയാൻ ഹൈമാസ്റ്റ് ലൈറ്റുകൾ സഹായിക്കും. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് പ്രസിഡന്റ് ബാബു പനക്കൽ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ്, നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് AN സിദ്ധപ്രസാദ്, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി PC ജയബാലൻ, PK നന്ദനൻ, നാട്ടിക ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു പ്രദീപ്, 1ാം വാർഡ് മെമ്പർ KR ദാസൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി രഹന ബിനീഷ്, പുഷ്പ കുട്ടൻ, PV സഹദേവൻ എന്നിവർ സംസാരിച്ചു. മോഹൻദാസ് പുലാക്കപ്പറമ്പിൽ, കണ്ണൻ പനയ്ക്കൽ, മുരളി, PK മോഹനൻ, ജയരാമൻ അണ്ടേടത്ത്, രഘുനാഥൻ നായശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു.